അവരെ സേവിച്ച് പൂർണ്ണമായും സമർപ്പിച്ച് ദൈവത്തിൻ്റെ വാചകങ്ങളെ മാറ്റി എഴുതാനോ നമ്മളുടെ വരുമാനത്തിൻ്റെ 50% നമ്മൾ വിശ്വസിക്കുന്നത് പലപ്പോഴും യാഥാർത്ഥ്യങ്ങളെയല്ല, എന്താണോ നമ്മൾ കൂടുതൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അതാണ് നമുക്ക് സത്യമായി തോന്നുന്നത്. ഈ ഒരു ഫെനോമിനനെ സൈക്കോളജിയിൽ ഇല്യൂസറി ട്രൂത്ത് ഇഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനീഷ്യലി ഒരു കാര്യം തെറ്റാണ് എന്ന ബോധ്യമുണ്ടെങ്കിലും റിപ്പീറ്റഡായി ആ തെറ്റ് തന്നെ എക്സ്പീരിയൻസ് ചെയ്താൽ നമ്മൾ പതിയെ അത് വിശ്വസിക്കാൻ തുടങ്ങും. ആൻഡ് ഈ ഒരു എഫക്റ്റ് മുതലെടുത്തുകൊണ്ടാണ് പല റിലീജിയസ്, പൊളിറ്റിക്കൽ ആൻഡ് ബിസിനസ് ഓർഗനൈസേഷൻസ് നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് AKA ഇസ്കോൺ എന്ന റിലീജിയസ് സംഘടന പബ്ലിഷ് ചെയ്ത ഭഗവത്ഗീത ആസ് ഇറ്റ് ഇസ് എന്ന പുസ്തകമാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഇസ്കോണിൻ്റെ ഫൗണ്ടറായ AC ഭക്തി വേദാന്ത സ്വാമി പ്രഭുപദയാണ്. വീഡിയോയുടെ മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ സൗകര്യത്തിനായി നമുക്ക് ഇദ്ദേഹത്തെ പ്രഭുജി എന്ന് വിളിക്കാം. ഇവരുടെ മാനിപ്പുലേഷൻ ഡീകോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 1. മഹാഭാരതത്തിൻ്റെ ഓതറായ മഹാഋഷി വേദവ്യാസൻ തന്നെയാണ് ഭഗവത്ഗീതയും എഴുതിയിരിക്കുന്നത്. നമ്പർ 2. ഇതിൻ്റെ ഭാഷ സാൻസ്ക്രിറ്റ് ആണ്. സോ മാർക്കറ്റിൽ അവൈലബിൾ ആയ എല്ലാ ഭഗവത്ഗീതയിലും ജനറലി ഈ ഒരു ഫോർമാറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം യഥാർത്ഥ സംസ്കൃത ശ്ലോകമുണ്ടാകും, ശേഷം അതിൻ്റെ വേർഡ് ടു വേർഡ് മീനിങ്സ്, അതിന് താഴെ ശ്ലോകത്തിൻ്റെ എക്സാക്റ്റ് ട്രാൻസ്ലേഷൻ, ആൻഡ് ഏറ്റവും ഒടുവിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയുടെ ഇതിനെക്കുറിച്ചുള്ള കമൻട്രി. ഇവിടെയാണ് ഏതൊരു റൈറ്ററിനും അവൻ്റെ ചിന്തകളും കാഴ്ചപ്പാടുമൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഉള്ളത്. നമ്പർ 3. ഹിന്ദുയിസത്തിൽ മോക്ഷം, സ്പിരിച്വൽ ലിബറേഷൻ അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ അറ്റൈൻ ചെയ്യാൻ മെയിൻലി 3 വഴികളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്: കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ. ആൻഡ് ഭഗവത്ഗീത ആസ് ഇറ്റ് ഇസ് എഴുതിയ പ്രഭുജിയും ഇസ്കോൺ സംഘടനയും ഫോളോ ചെയ്യുന്നത് ഭക്തിയോഗയാണ്. ദാറ്റ് സെഡ്, നമുക്ക് ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്ത ഗീത അനലൈസ് ചെയ്യാം. സൈഡ് നോട്ട്, ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ പുറപ്പാടും കൃഷ്ണൻ്റെയും അർജുനൻ്റെയും ഇടയിലുണ്ടായ കോൺവെർസേഷൻ്റെ തുടക്കവും ആണ് മെയിൻലി കവർ ചെയ്യുന്നത്. ആൻഡ് ഈ ചാപ്റ്റർ വായിച്ചപ്പോൾ എനിക്ക് പേഴ്സണലി വലിയ കുഴപ്പങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. സോ സെക്കൻഡ് ചാപ്റ്റർ മുതലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ചാപ്റ്റർ 2 വേഴ്സ് 50. ആദ്യം നമുക്ക് ഇവരുടെ ട്രാൻസ്ലേഷൻ നോക്കാം. ഭക്തിപരമായ സേവനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് തൻ്റെ നല്ലതും മോശവുമായ കർമ്മങ്ങളെ ഈ ജന്മത്തിൽ തന്നെ മറികടക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ബുദ്ധിയുക്ത എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ കാണാം വൺ ഹൂ ഈസ് എൻഗേജ്ഡ് ഇൻ ഡിവോഷണൽ സർവീസ് എന്ന്. ബട്ട് ഇതിൻ്റെ ആക്ച്വൽ മീനിങ് എന്നത് വൺ ഹൂ ഈസ് എൻഡോഡ് വിത്ത് വിസ്ഡം ഓർ ഇൻ്റലിജൻസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ബുദ്ധിയുള്ള വ്യക്തിക്ക് തൻ്റെ നല്ലതും മോശവുമായ കർമ്മങ്ങളെ ഈ ജന്മത്തിൽ തന്നെ മറികടക്കാൻ സാധിക്കും. ഇത് അദ്ദേഹത്തിൻ്റെ കോമൻട്രി ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ക്രിറ്റിസിസം ഒരുപക്ഷെ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ആധികാരികമാണെന്ന് കാണിക്കാൻ വേണ്ടി വാക്കുകളുടെ അർത്ഥങ്ങൾ തന്നെ വളച്ചൊടിച്ചിട്ടുണ്ട്. ആൻഡ് ട്രാൻസ്ലേഷൻ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുമില്ല. കുറച്ച് പേർക്കെങ്കിലും ഇതൊരു അബദ്ധമായി തോന്നുന്നുണ്ടാകും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ് ഹിയർ, ബിക്കോസ് ഇനി അങ്ങോട്ടും പ്രഭുജി ഇത് തന്നെയാണ് ചെയ്യുന്നത്. ചാപ്റ്റർ 3 വേഴ്സ് 3. ഇത്തവണ നമുക്ക് പ്രോപ്പർ ട്രാൻസ്ലേഷനിൽ നിന്ന് തുടങ്ങാം. ഭഗവാൻ പറയുന്നു, ഓ പാപം ചെയ്യാത്ത അർജുന, ഞാൻ മുമ്പ് പറഞ്ഞ 2 മാർഗങ്ങൾ, 1 ഇൻ്റലക്ച്വൽ ആയവർക്കുള്ള ജ്ഞാനയോഗ, 2 ആക്റ്റീവായ വ്യക്തികൾക്കുള്ള കർമ്മയോഗ. ക്ലാരിറ്റിക്ക് വേണ്ടി ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിലോസഫി പഠിക്കാനും അറിവ് നേടാനും അനലൈസ് ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളവർക്കാണ് ആദ്യത്തെ ഓപ്ഷനായ ജ്ഞാനയോഗ അഥവാ പാത്ത് ഓഫ് നോളജ്. ആൻഡ് അധികം ചിന്തിച്ച് തലപുണ്ണാക്കാൻ താല്പര്യമില്ലാത്ത ആക്ഷൻ ഓറിയൻറ്റഡ് ആയ വ്യക്തികൾക്കാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ആൻഡ് ഈ കാറ്റഗറിയിൽ വരുന്നവരോട് ശ്രീകൃഷ്ണൻ പറയുന്നത് റിസൾട്ട്സിനെ കുറിച്ച് ചിന്തിച്ച് ബോധേഡാവാതെ അത് എനിക്ക് അഥവാ ദൈവത്തിന് വിട്ടുകൊടുത്ത് സ്വന്തം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് സിൻസിയറായി നിറവേറ്റുക എന്നാണ്. ഈ ഒരു ആക്ഷൻ്റെ പാതയാണ് കർമ്മയോഗ എന്ന് വിളിക്കുന്നത്. എന്നാൽ പ്രഭുജിയുടെ ട്രാൻസ്ലേഷനിൽ ജ്ഞാനയോഗ എന്നത് ഫിലോസഫിക്കൽ സ്പെക്കുലേഷൻ അഥവാ ഊഹാപോഹങ്ങളായും കർമ്മയോഗ എന്നത് ഡിവോഷണൽ സർവീസായുമാണ് കാണിച്ചിരിക്കുന്നത്. ശേഷം കമൻട്രിയിൽ അദ്ദേഹം വിവരിക്കുന്നത് ജ്ഞാനയോഗ എന്ന പാതയിലൂടെ സഞ്ചരിച്ചാൽ സ്പിരിച്വൽ ലിബറേഷൻ ചിലപ്പോൾ മാത്രമേ കിട്ടൂ. സോ ഇതിനേക്കാൾ നല്ലതും എളുപ്പവുമായ ഭക്തിമാർഗം സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഭഗവാൻ വ്യക്തിപരമായ താല്പര്യങ്ങൾ അനുസരിച്ച് ഒരു പാത സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ പ്രഭുജി ഭക്തിയാണ് എല്ലാമെന്ന് റെപ്പറ്റീഷനിലൂടെ നമ്മെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനുവേണ്ടി മറ്റുള്ള മാർഗങ്ങളെ താഴ്ത്തിക്കെട്ടാനോ ദൈവത്തിൻ്റെ വാചകങ്ങളെ മാറ്റി എഴുതാനോ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. നമ്മെ ഭക്തിയുടെ മാർഗത്തിലേക്ക് ക്യാൻവാസ് ചെയ്ത ശേഷം ലിബറേഷന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. പ്രഭുജി പറയുന്നത് നമ്മൾ യഥാർത്ഥ സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ കീഴിൽ നിന്ന് അവരെ സേവിച്ച് പൂർണ്ണമായും സമർപ്പിച്ച് ഗീതയും മറ്റ് ഗ്രന്ഥങ്ങളും പഠിക്കണം എന്നാണ്. ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയമുണ്ടാകും. അതായത് എങ്ങനെയാണ് ഈ യഥാർത്ഥ സ്പിരിച്വൽ മാസ്റ്ററിനെ നമ്മൾ കണ്ടെത്തുക എന്ന്.
ഡോണ്ട് വെറി. ഇത് മനസ്സിലാക്കി തരാനായി പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ഗുരുപരമ്പര ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഭഗവത്ഗീത അറിവുകൾ ശ്രീകൃഷ്ണനിൽ നിന്ന് തുടങ്ങി യാതൊരു മാറ്റവുമില്ലാതെ കാലങ്ങളായി അതിന്റെ പ്യുവർ ഫോമിൽ തന്നെ കൈമാറി വന്നിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ ഭാഗ്യവശാൽ നിലവിൽ ഈ നോളജ് പ്രഭുജിയുടെ കയ്യിലാണുള്ളത്. ഇതൊന്നും കൂടാതെ പുസ്തകത്തിൽ പ്രഭുജിയുടെ ചാരിറ്റിയെക്കുറിച്ചുള്ള ഉപദേശങ്ങളും സ്പഷ്ടമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മളുടെ വരുമാനത്തിന്റെ 50% നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം എന്നാണ്. ആൻഡ് എന്താണ് ഈ നല്ല കാര്യം എന്നതും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കൃഷ്ണ കോൺഷ്യസ്നെസ്സിന് വേണ്ടിയിട്ടാണ് ഈ പൈസ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന്. ആൻഡ് നോ, ഇസ്കോൺ എന്ന വാക്ക് പുസ്തകത്തിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. ബട്ട് കോമൺ സെൻസ് ഉള്ളവർക്ക് എന്തായാലും കാര്യം പിടികിട്ടിയിട്ടുണ്ടാകും.